അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ഭാഗത്തുടനീളം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഒന്നാം അഖബ ഉടമ്പടി, ബൈഅത്തുൽ അഖബത്തിൽ ഊല, അതിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്രിബിൽ നിന്നുള്ള ഒരു 12 അംഗ സംഘം വന്ന് കണ്ടു. ഹജ്ജ് വേളയിൽ അവർ കണ്ട് അവർ റസൂലുള്ളാഹിക്ക് ഒരു പ്രതിജ്ഞയെല്ലാം നൽകി. തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവരെ ഇസ്ലാം കൂടുതൽ പഠിപ്പിക്കാനും അതേപോലെ തന്നെ യത്രിബിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി റസൂലുള്ളാഹി അനുയായികൾക്കിടയിൽ നിന്ന് തൻ്റെ പ്രതിനിധിയായി കൊണ്ട് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. അപ്പം മിസ്അബ് റളിയല്ലാഹു അൻഹു ആ സംഘത്തോടൊപ്പം യത്രിബിലേക്ക് യാത്രയാകുന്നു. യത്രിബിലെത്തിയ സന്ദർഭത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു താമസിക്കുന്നത് പ്രസിദ്ധനായിട്ടുള്ള അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. വലിയ വീടാണ്. അപ്പം ആ വീട് കേന്ദ്രീകരിച്ച് യത്രിബിൽ അവർ ദഅവാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പം മക്കയിൽ ആ പ്രബോധനത്തിന്റെ ആരംഭകാലത്ത് സമാനമായിട്ട് അവർക്കൊരു സങ്കേതം ദാറുൽ അർക്കം ഇബ്ൻ അബിൽ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു അവരുടെ സങ്കേതം. ആ വീട് കേന്ദ്രീകരിച്ചായിരുന്നു അവർ മക്കയിലെ പ്രബോധന പ്രവർത്തനങ്ങൾ, പ്രധാനമായിട്ടുള്ള അവരുടെ തീരുമാനങ്ങൾ എടുത്തതും അതേപോലെ തന്നെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു സങ്കേതമായിരുന്നു. സമാനമായിട്ട് യത്രിബിലും അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിൽ അവർ പുതിയ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ ഖുർആൻ പഠിപ്പിക്കാനും മിസ്അബ് റളിയല്ലാഹു അൻഹു മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്ത് അവിടെ നമസ്കാരത്തിനെല്ലാം നേതൃത്വം നൽകി. അപ്പം മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നൽകപ്പെട്ട ഒരു അപരനാമം അൽ മുഖരി എന്നുള്ള ഒരു അപരനാമത്തിലും അദ്ദേഹം പ്രസിദ്ധനാണ്. പ്രത്യേകം ഓർത്തു വെക്കുക. ആ ഒരു വീട് കേന്ദ്രീകരിച്ച് അവർ വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രബോധന പ്രവർത്തനങ്ങൾ യത്രിബിൽ ആരംഭിക്കുകയാണ്. ഔസിലും ഖസ്റജിലും പെട്ട നിരവധി ഗോത്രങ്ങൾ അവർ സമീപിച്ചു. ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഔസ് ഖസ്റജ് എന്നുള്ളത് ഒരു ഗോത്രം എന്ന് പറയുമ്പോൾ ആ ഗോത്രത്തിൽ നിരവധി ബ്രാഞ്ചുകൾ ഉണ്ടാകും. ഏതുപോലെന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഇപ്പം ഇന്ത്യ എന്നുള്ളത് ഒരു രാജ്യം, ആ രാജ്യത്തെ നമ്മൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിനും ഒരു മുഖ്യമന്ത്രി, സമാനമായിട്ട് ഒരു ഗോത്രം, ആ ഗോത്രത്തിൽ നിരവധി ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഖുറൈശി എന്നുള്ളത് 10-ലധികം ഗോത്രങ്ങളുടെ സമുച്ചയമാണ്. പലതവണയായിട്ട് ഞാൻ പറഞ്ഞതാണ്. ബനു മഖ്സൂം, ബനു തൈം, ബനു ഹാഷിം, ഓരോന്നിനും ഓരോ ലീഡർ. അതേ രൂപത്തിൽ ഔസിനും ഖസ്റജിലും പെട്ട നിരവധി ബ്രാഞ്ചുകളുണ്ട്. അതിൽ ഔസ് ഗോത്രത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വരുന്ന ഒരു ബ്രാഞ്ചായിരുന്നു അബ്ദുൽ ഹഷൽ അല്ലെങ്കിൽ ബനു അഷ്ഹൽ ഗോത്രം. ആ ബനു അഷ്ഹൽ ഗോത്രത്തിന്റെ തലവനായിരുന്നു സഅദ് ബിൻ മുആദ്. പിൻകാലത്ത് പ്രസിദ്ധനാകാൻ പോകുന്ന സ്വഹാബിയാണ്. നമുക്കറിയാം, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖന്തക് യുദ്ധവേളയിൽ ഷഹീദാകുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി പിൻകാലത്ത് പറയുന്നുണ്ട്, ഇഹ്തസ്സ അർശുർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സിംഹാസനം സഅദിന്റെ മരണം കാരണം അത് കുലുങ്ങി അല്ലെങ്കിൽ അത് വിറച്ചു എന്നെല്ലാം റസൂലുള്ളാഹി പിൻകാലത്ത് പറയുമാറ് പ്രസിദ്ധനാകാൻ പോകുന്ന സ്വഹാബിയാണ് സഅദ് ബിൻ മുആദ്. ആ സഅദ് ബിൻ മുആദ് ഈ ബനുൽ അഷ്ഹൽ ഗോത്രത്തിന്റെ തലവനാണ്. ആ ഗോത്രത്തെയും മിസ്അബ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അസ്അദ് ബിൻ സുറാർ അവർ വന്ന് കണ്ട് ആ ഗോത്രത്തിലും അവർ പ്രബോധനം നടത്തി. ചില ആളുകളെല്ലാം ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. ആ വിവരം പിന്നീട് ഗോത്രത്തലവനായ സഅദ് ബിൻ മുആദ് അറിയാണ്. അദ്ദേഹത്തിന് ദേഷ്യം അടക്കാനായില്ല. അദ്ദേഹം അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടാണ്. പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിനൊരു തടസ്സം ഉണ്ടായിരുന്നു മുന്നിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മിസ്അബിനെ സംരക്ഷിക്കുന്ന അസ്അദ് ബിൻ സുറാറ സഅദ് ബിൻ മുആദിന്റെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ മാതൃ സഹോദരിയുടെ മകനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നേരിട്ട് പോയിട്ട് ഇതേ രൂപത്തിൽ പ്രതികരിക്കാനെല്ലാം അദ്ദേഹത്തിനൊരു തടസ്സം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് പോകാൻ വയ്യ. അദ്ദേഹത്തിന്റെ വിഷമം ആത്മമിത്രമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത മിത്രമായിട്ടുള്ള ഉസൈദ് ബിൻ ഹുദൈറിനോട് അദ്ദേഹം പറയാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹവും പിൻകാലത്ത് പ്രസിദ്ധനാകാൻ പോകുന്ന സ്വഹാബിയാണ്. ഉസൈദ് ബിൻ ഹുദൈർ, അദ്ദേഹത്തെ പല ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം പല സന്ദർഭത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. പരിശുദ്ധ ഖുർആന്റെ മഹത്വം പറയുന്ന സന്ദർഭത്തിലെല്ലാം പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസ്, സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസിൽ ഈ ഉസൈദ് ബിൻ ഹുദൈർ അദ്ദേഹം ഒരിക്കൽ സന്ധ്യാസന്ദർഭത്തിൽ അദ്ദേഹം ആ കാരക്ക ഉണക്കാനിട്ട അദ്ദേഹത്തിന്റെ ആ കളത്തിലിരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ കെട്ടിയിട്ട കുതിര അസ്വാഭാവികമായിട്ട് പല രൂപത്തിൽ പെരുമാറാൻ തുടങ്ങി. കുതിര വ്യത്യസ്ത രൂപത്തിൽ പ്രതികരിക്കാൻ. അദ്ദേഹത്തിന്റെ മകനും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുതിര ഈ രൂപത്തിലല്ല അസ്വാഭാവികമായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ആ ഖുർആൻ പൂട്ടിവെച്ച് എഴുന്നേറ്റ് അദ്ദേഹം തലയുടെ മീതേക്ക് നോക്കിയ സന്ദർഭത്തിൽ വിചിത്രമായിട്ടൊരു കാഴ്ച അദ്ദേഹം മാനത്ത് കണ്ടു. അതായത് നിരവധി വിളക്കുകൾ ഒരു കുട പോലെ രൂപാന്തരം പ്രാപിച്ച് ആ വിളക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്.
അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തിയ സന്ദർഭത്തിൽ ആ വിളക്കുകളെല്ലാം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അദ്ദേഹത്തിന് വല്ലാതെ വിചിത്രമായിട്ട് തോന്നി. അദ്ദേഹം ആ കാഴ്ച അവിടെ കണ്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഉടനെ തന്നെ റസൂലുള്ളാഹിനെ സമീപിച്ച് തലേന്നുണ്ടായ അനുഭവം പങ്കുവെച്ചു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് താങ്കളുടെ ഖുർആൻ പാരായണ സന്ദർഭത്തിൽ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന മാലാഖമാരായിരുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി പറയാണ്, അത് നിങ്ങളുടെ ആ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ആളുകളാണ്. അത് നിങ്ങൾ ആ ഖുർആൻ പാരായണം നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ പ്രഭാതമായ സന്ദർഭത്തിലും മുഴുവൻ ആളുകളും കാണുമാർ അത് അതേ രൂപത്തിൽ അവിടെ നിങ്ങൾ അവശേഷിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ കറാമത്താണ്. സുബ്ഹാനല്ലാഹ്. ഈ സംഭവത്തിൽ പറയപ്പെട്ട സ്വഹാബിയാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ സഅദ് ബിൻ മുആദ് നമ്മുടെ കഥയിലേക്ക് ചരിത്രത്തിലേക്ക് തിരിച്ചു വരാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തന്റെ ആത്മമിത്രമായിട്ടുള്ള ഉസൈദിനോട് കാര്യം പറഞ്ഞു. അതായത് ഈ രൂപത്തിലൊരു സംഭവം മദീനയിൽ നടക്കുന്നുണ്ട്, എന്തെങ്കിലും നീ ഒന്ന് ചെയ്യണം, എനിക്ക് നേരിട്ട് പോയി ചെയ്യാൻ വയ്യ, കാരണം എൻ്റെ അടുത്ത ബന്ധുവാണ്. ഉസൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റു. അദ്ദേഹത്തിന്റെ കുന്തമെല്ലാം എടുത്ത് ചോദിക്കാൻ വേണ്ടി അദ്ദേഹം അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിലേക്ക് പുറപ്പെടാണ്, മിസ്അബിനെയും തേടി. അദ്ദേഹത്തിന്റെ ആ വരവ്, ആ കുന്തമെല്ലാം കയ്യിൽ പിടിച്ചുള്ള വരവ് ദൂരെ നിന്ന് കണ്ട സന്ദർഭത്തിൽ തന്നെ അസ്അദ് ബിൻ സുറാറക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഉടനെ മിസ്അബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു അപകടം വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ വരവ് ശരിയില്ല. എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും മുന്നൊരുക്കം നടത്തേണ്ടത്. മിസ്അബ് റളിയല്ലാഹു അൻഹു വളരെ കൂളായിട്ട് പറഞ്ഞു, അത് ഞാൻ ഡീൽ ചെയ്തോളാം, നീ ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞ് മിസ്അബ് റളിയല്ലാഹു അൻഹു വളരെ ശാന്തമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം ആ കുന്തവുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നിട്ട് ഉടനെ തന്നെ അദ്ദേഹം വളരെ ഉച്ചത്തിൽ അവിടെ വെച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള സ്വരത്തിൽ അവിടെ ആക്ഷേപിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നീ നിന്റെ വീട്ടിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി, അദ്ദേഹം ഇവിടെ യത്രിബിലുള്ള നിരവധി ആളുകൾ അദ്ദേഹം വഴിതെറ്റിക്കുന്നുണ്ട്. ഇവിടെ യുസഫിഹുൽ അഫഅന ബിൽ ബാത്തിൽ, അദ്ദേഹം ഇവിടെപ്പെട്ട നിരവധി പാവങ്ങളായിട്ടുള്ള ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മൾ ഇത്രയും കാലം തുടർന്നു പോകുന്ന ആ പൂർവികരുടെ മതത്തിൽ നിന്ന് അദ്ദേഹം വഴിതെറ്റിച്ച് അവരെ മുഴുവൻ വിഡ്ഢികളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മേലിൽ അദ്ദേഹത്തെ ഈ പരിസരത്ത് കണ്ടുപോകരുത്, ഉടനെ തന്നെ ജീവൻ വേണമെങ്കിൽ അദ്ദേഹത്തോട് സ്ഥലം വിടാൻ പറയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഭീഷണി മുടക്കുകയാണ്. അവിടെ ആ ഭീഷണി മുടക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ആ വീട്ടിന്റെ റൂമിൽ നിന്ന് അദ്ദേഹം വളരെ ശാന്തമായിട്ട് ഇറങ്ങി വരാൻ. സുബ്ഹാനല്ലാഹ്. ഈമാന് മാത്രം ഇത്തരത്തിലുള്ളൊരു നിമിഷം, അതായത് കയ്യിൽ കുന്തം പിടിച്ചിട്ടുണ്ട്, അപ്പൊ ജീവൻ അപകടത്തിലാകുന്ന ആ നിമിഷത്തിൽ ഇത്രയും സമാധാനത്തോടു കൂടെ അദ്ദേഹം ഈമാൻ നൽകുന്ന ശാന്തിയാണ്. സുബ്ഹാനല്ലാഹ്. മിസ്അബ് റളിയല്ലാഹു വളരെ കൂളായിട്ട് ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹം വളരെ ശാന്തമായിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, ഞാൻ പറയുന്ന എന്താണെന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും കേൾക്കാൻ നിങ്ങൾ സന്നദ്ധാവുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കുഴപ്പം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കത് നിരസിക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്കത് യുക്തിക്ക് നിരക്കാത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. സുബ്ഹാനല്ലാഹ്. ഈമാൻ, അതായത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മവിശ്വാസം നോക്കുക. അത് കേട്ട സന്ദർഭത്തിൽ ഈ ഉസൈദ് ബിൻ ഹുദൈർ അദ്ദേഹത്തിന് അത് ന്യായമാണെന്ന് തോന്നി. അദ്ദേഹം കുറച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അദ്ദേഹം ചിന്തിക്കണം മനസ്സിൽ, കേട്ടു നോക്കുന്നതിൽ എന്താണ് പ്രശ്നം, അത് ബുദ്ധിക്ക് നിരക്കുന്നില്ലെങ്കിൽ അത് സ്വീകരിക്കും വേണ്ട. ഈ വ്യക്തി അദ്ദേഹം ഇവിടെ നിന്ന് നാട് വിട്ടു പോവുകയും ചെയ്യും. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ നിനക്ക് പറയാനുള്ളത് പറയാം. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ആ കുന്തം അവിടെ നിലത്ത് നാട്ടിയിട്ട് അവിടെ അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ സ്വരത്തിൽ ഇസ്ലാമിന്റെ ആദർശം അദ്ദേഹം സമർപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ ആ സംഭാഷണം കേട്ട് അവിടെ നിൽക്കുന്ന മൂന്നാമനായിട്ടുള്ള അസ്അദ് ബിൻ സുറാർ അദ്ദേഹം പറയാണ്, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭാഷണ വേളയിൽ തന്നെ ഉസൈദ് ബിൻ ഹുദൈറിന്റെ മുഖഭാവം മാറുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ള അത്യധികം അത്ഭുതത്തോടു കൂടെയാണ് മിസ്അബിന്റെ സംസാരങ്ങൾ അദ്ദേഹം ശ്രവിക്കുന്നത്. അപ്പൊ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം അവസാനിച്ച സന്ദർഭത്തിൽ അദ്ദേഹം അത്ഭുതത്തോടു കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഞാൻ ഇത്രയും കാലം കേട്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ആദർശമാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഇസ്ലാമിന്റെ ആദർശത്തിന്റെ ആ മാസ്മരിക ശക്തിയിൽ ഉസൈദ് ബിൻ ഹുദൈർ ലയിച്ചു പോവാൻ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഇസ്ലാം എന്നുള്ളത് ഫിത്രയുടെ മതമാണ്. അകത്തുറങ്ങിക്കിടക്കുന്ന ഫിത്രയെ ഇസ്ലാം തട്ടി ഉണർത്തുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് മുഴുവൻ, നിങ്ങൾ ഇത്രയും നേരം എന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്.
ആ സത്യം സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം. ചിന്തിച്ചു നോക്കുക, നിമിഷങ്ങൾക്ക് മുമ്പ് ആ കുന്തവുമായിട്ട് അദ്ദേഹം കയറി ചെന്നത് ഈ രണ്ടാളുകളെ വധിക്കാൻ വേണ്ടിയായിരുന്നു. അതേ വ്യക്തി ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കാണ്, ആ ആദർശം സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സമാനമായിട്ടുള്ള ചരിത്രമാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വാളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേ ചോദ്യം ആ ഒരു സന്ദർഭത്തിലും ചോദിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിലുടനീളം ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടാണ് ഇസ്ലാം മുന്നേറിയത്. വാളിനെ പോലും ഹൃദയം കൊണ്ട് കീഴടക്കിയ ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സത്യം സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായിരുന്നു ഉസൈദ് ബിൻ ഹുദൈറിന്റെ ചോദ്യം. ആ സന്ദർഭത്തിൽ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ശരീരവും വസ്ത്രവും എല്ലാം ശുദ്ധിയായിട്ട് വരാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി. അദ്ദേഹം പോയി കുളിച്ച് ഈറനണിഞ്ഞ ആ തലമുടിയുമായിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ വന്ന് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു ഉച്ചരിക്കപ്പെട്ട ആ ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ അദ്ദേഹം മിസ്അബിനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യത്തിൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കപ്പെട്ട ഒരു വ്യക്തി കൂടെയുണ്ട്, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ കൂടെ നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഈ യഥ്രിബിൽ പിന്നീട് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു എതിർപ്പുകാരും ഉണ്ടാവില്ല. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തെ കൂടെ നിങ്ങൾ ഇതേ രൂപത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. ആ സന്ദർഭത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രശ്നമില്ല, നിങ്ങൾ അദ്ദേഹത്തെയും ഇതേ രൂപത്തിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക. അപ്പോൾ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടു കൂടെ അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അപ്പുറത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടെ സഅദ് ബിൻ മുആദ് ഉസൈദിനെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉസൈദ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ട സന്ദർഭത്തിൽ തന്നെ സഅദ് ബിൻ മുആദ് കൂടെയുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞു, ആ വരവിൽ എന്തോ ഒരു പന്തികേട്, ഉസൈദ് ബിൻ ഹുദൈറിന് എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതും, ആ വരവിൽ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ അദ്ദേഹം ആ രൂപത്തിൽ സുഹൃത്തുക്കളോട് പറഞ്ഞു. അങ്ങനെ അടുത്ത് ഉസൈദ് ബിൻ ഹുദൈർ അടുത്തെത്തിയ സന്ദർഭത്തിൽ സഅദ് ബിൻ മുആദ് ആകാംക്ഷയോട് കൂടെ ചോദിച്ചു, എന്തായി പോയ കാര്യം? ഞാൻ നിന്നെ അയച്ച കാര്യം എന്തായി? നീ അവരെ രണ്ടാളെയും വകവരുത്തി, എന്ത് നീ ചെയ്തു? ആ രൂപത്തിൽ അദ്ദേഹം ചോദിച്ച സന്ദർഭത്തിൽ ഉസൈദ് ബിൻ ഹുദൈർ പറഞ്ഞു, ഞാൻ അവരായിട്ട് സംസാരിച്ചു, പക്ഷെ എന്തോ എത്ര പറഞ്ഞിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും നല്ലത് നീ തന്നെ നേരിട്ട് പോയിട്ട് സംസാരിക്കുന്നതാണ്. കാരണം യഥ്രിബിലുള്ള ചില ആളുകളിൽ നിന്ന് ഞാൻ കേട്ടു, ഇത്രയും കാലം ഈ രൂപത്തിൽ മിസ്അബിനെ നിന്റെ ബന്ധു സംരക്ഷിച്ചിട്ടും നീ ഒന്നും ചെയ്യുന്നില്ല, നിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമെല്ലാം എല്ലാം യഥ്രിബിൽ പല ആളുകളും പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ഏറ്റവും നല്ലത് നിന്റെ ബന്ധുവല്ല, നീ തന്നെ പോയിട്ട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഈ രൂപത്തിൽ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ പറയാണ്. യഥാർത്ഥത്തിൽ സഅദ് ബിൻ മുആദിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിലെത്തിക്കണം, അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ആ സന്ദർഭത്തിൽ സഅദ് ബിൻ മുആദ് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വാളെല്ലാം എടുത്ത് തന്റെ ബന്ധുവായ അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും തേടി അദ്ദേഹം പുറപ്പെടുകയാണ്. അദ്ദേഹം വീട്ടിലെത്തി വീടിന്റെ വാതിലിന് മുട്ടി. വീടിന്റെ വാതിൽ അസ്അദ് ബിൻ സുറാറ തുറന്നു. അതായത് അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള അസ്അദ് ബിൻ സുറാറ തുറന്ന സന്ദർഭത്തിൽ അദ്ദേഹം ദേഷ്യത്തോടു കൂടെ പറഞ്ഞു, ഓ അസ്അദ്, നീ എന്റെ ബന്ധുവായതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചിരുന്നത്. അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ വാള് ഈ സന്ദർഭത്തിലും എൻ്റെ ഉറയിലിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. നീ ഇവിടെ താമസിപ്പിക്കുന്ന ആ വ്യക്തി, ആ മക്കയിൽ നിന്ന് വന്ന ആ വ്യക്തിയെ ഉടനെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. ഉടനെ തന്നെ അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. അദ്ദേഹം ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ട്. നീ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥ ഞാൻ കഴിക്കും. ആ രൂപത്തിൽ അവിടെ വെച്ചുകൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ. ആ ഒരു സംസാരം അവിടെ അരങ്ങേറുന്ന സന്ദർഭത്തിൽ വളരെ ശാന്തമായിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു അവർക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ ഈമാന്റെ ധൈര്യമാണ്, ഈമാൻ നൽകുന്ന ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹം, അതായത് ജീവൻ അപകടത്തിലാകുന്ന ആ സന്ദർഭത്തിലും വളരെ ശാന്തമായിട്ട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവരുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം വളരെ കൂളായിട്ട് അവിടെ ക്ഷോഭിച്ച് നിൽക്കുന്ന സഅദ് ബിൻ മുആദിനോട് അദ്ദേഹം ചോദിച്ചു. ചിന്തിച്ചു അദ്ദേഹത്തിന്റെ ഈമാൻ നൽകുന്ന ആത്മവിശ്വാസം. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ കോപിക്കുന്നത്? ഞാൻ എന്താണ് പറയുന്നതെന്ന് ഒരു തവണയെങ്കിലും കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ലേ? ഒരു തവണയെങ്കിലും നിങ്ങൾ കേട്ടു നോക്കുക. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടതുപോലെ ഉടനെ തന്നെ ഞാൻ തിരിച്ചു പോയിക്കോളാം. സുബ്ഹാനല്ലാഹ്. ഈമാൻ നൽകുന്ന ആത്മവിശ്വാസം നോക്കുക. അതായത് പറയപ്പെട്ട ആദർശം
അത്രയും സത്യസന്ധമാണ്, അത് മുന്നിൽ വെച്ചാൽ സ്വീകരിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസം. എന്തുകൊണ്ടാണ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതെന്നാൽ അതിനുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ സമർത്ഥനായിട്ടുള്ള സഅദ് ഇബ്നു മുആദ്, അദ്ദേഹം ഗോത്രത്തലവനാണ്, ചില്ലറക്കാരനല്ല. അദ്ദേഹത്തിനും തോന്നി, അതായത് ന്യായമായ വാക്കുകളാണ് ഇദ്ദേഹം പറയുന്നത്, ഒരു തവണയെങ്കിലും എന്തുകൊണ്ട് കേട്ടുകൂടാ. ആ സന്ദർഭത്തിൽ സഅദ് ഇബ്നു മുആദ് അത് കേൾക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ആ സന്ദർഭത്തിൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫ് 43-ാമത്തെ മനോഹരമായിട്ടുള്ള അധ്യായം സഅദ് ഇബ്നു മുആദിന്റെ മുന്നിൽ പാരായണം ചെയ്യാണ്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായിട്ടുള്ള സൂറത്ത് അവിടെ വെച്ചുകൊണ്ട് സഅദ് ഇബ്നു മുആദിന്റെ മുന്നിൽ പാരായണം ചെയ്തു. അതിനുശേഷം ഇസ്ലാമിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അതെല്ലാം നേരത്തെ സമാനമായിട്ട് സഅദ് ഇബ്നു മുആദ് അത്ഭുതത്തോടു കൂടെ കേട്ടുന്ന അവസാനം അതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ പറയപ്പെട്ട ആദർശം സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സമാനമായിട്ടുള്ള ചോദ്യം. സുബ്ഹാനല്ലാഹ്. മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അവസാനം അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് മടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഔസ് ഗോത്രത്തിൽ ബനുൽ അശ്ഹൽ ഗോത്രത്തിന്റെ തലവൻ കൂടെയാണ്. അപ്പം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് നേരെ അദ്ദേഹത്തിന്റെ ഗോത്രത്തിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം പോയി. ആ ഗോത്രക്കാരെ മുഴുവൻ അദ്ദേഹം അടിയന്തരമായിട്ടൊരു മീറ്റിംഗ്, അതായത് ഒരു അടിയന്തര യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തു. അതിനുശേഷം ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണക്കാക്കുന്നത്? ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകൾ ഒന്നടങ്കം മറുപടി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ്, ഞങ്ങളുടെ നേതാവാണ്, നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമാനായിട്ടുള്ള തൻ്റേടിയായിട്ടുള്ള നേതാവാണ്, നിങ്ങൾ ഞങ്ങൾക്കിടയിൽ ഏറ്റവും നന്നായി വിധി പറയുന്ന ആളാണ് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകം അടിവരയിടുക. നമുക്കറിയാം സഅദ് ഇബ്നു മുആദിന് മുന്നോട്ടുള്ള ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ പോലും വിധികർത്താവായിട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ചരിത്രമെല്ലാം ഖന്തക്ക് യുദ്ധവേളയിൽ കാണാൻ സാധിക്കും. ഈ ഒരു സന്ദർഭത്തിലും ആ ഗോത്രത്തിലുള്ള ആളുകൾ പറയാണ്, ഞങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല വിധി പറയുന്ന ആളാണ് നിങ്ങൾ, ഏറ്റവും ധന്യനായിട്ടുള്ള വ്യക്തിയാണ്. ആ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റികൾ ഓരോന്നായിട്ട് ആ ഗോത്രത്തിലുള്ള ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണല്ലോ, നിങ്ങൾ ഈ രൂപത്തിലാണല്ലോ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത്, അത്രയേറെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു പുതിയ ആദർശം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അത് സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു കണ്ടീഷൻ ഗോത്രക്കാർക്ക് മുമ്പിൽ അദ്ദേഹം വെക്കുകയാണ്. നിങ്ങളത് സ്വീകരിക്കുന്നത് വരെ ഈ ഗോത്രത്തിലുള്ള ഒരാളോട് ഞാൻ സംസാരിക്കില്ല. സുബ്ഹാനല്ലാഹ്. അത് കേട്ട ഉടനെ തന്നെ അത്യധികം ആ ഗോത്രത്തലവനായിട്ടുള്ള അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അത് കേട്ട ഉടനെ തന്നെ ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ബനുൽ അശ്ഹൽ ഗോത്രം അവരൊന്നിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതായത് മക്കൾക്ക് പുറത്ത് ആദ്യമായിട്ട് ഏറ്റവും വലിയൊരു ഗ്രൂപ്പായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഗോത്രമാണ് ബനുൽ അശ്ഹൽ ഗോത്രം. സുബ്ഹാനല്ലാഹ്. ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആൾ 99.99% ആളുകളും ആ സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒരാളൊഴികെ ഒരാൾ മാത്രം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമായില്ല. അദ്ദേഹത്തിന്റെ ചരിത്രവും മനോഹരമാണ്. അദ്ദേഹത്തിന്റെ പേര് അൽ ഉസൈരീം എന്നുള്ള ഒരു വ്യക്തി ഒഴികെ അദ്ദേഹം നിഷേധിയായിട്ട് തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പിന്നീട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ കാണാൻ സാധിക്കുന്നത് ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഉഹദ് യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഈ ഗോത്രക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവർ പറഞ്ഞു, അൻസാരികളായിട്ടുള്ളവർ പറഞ്ഞു, നിങ്ങൾ വേണ്ടതില്ല, കാരണം അള്ളാഹു സുബ്ഹാനഹു അള്ളാഹിനോടും റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് നിങ്ങൾ യുദ്ധത്തിന് ഞങ്ങളുടെ പക്ഷത്ത് ചേരാം എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓക്കെ, ഞങ്ങൾ സ്വീകരിക്കാം. അതല്ലാതെ ആ ഗോത്ര സ്നേഹത്തിന്റെ പുറത്താണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. അവരുടെ ഈമാൻ നോക്കുക. അതായത് ഗോത്രത്തോടുള്ള സ്നേഹം മൂലമാണോ നിങ്ങൾ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കുന്നത്, അതല്ലെങ്കിൽ അള്ളാഹിനോടും റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണോ? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോടും റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ യുദ്ധത്തിന് ഇറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് ആ ഒരു പോയിന്റിൽ അദ്ദേഹവും ഇസ്ലാമിലേക്ക് കടന്നു വരാണ്. അത് കേട്ട സന്ദർഭത്തിൽ ബനുൽ അശ്ഹൽ ഗോത്രക്കാർക്ക് അതിയായ സന്തോഷമുണ്ടായി. കാരണം ഇത്രയും കാലം അദ്ദേഹം സത്യം സ്വീകരിക്കാൻ വിമുഖത കാണിച്ച് അവിടെ നിൽക്കാൻ. അപ്പം അദ്ദേഹം അത് പറഞ്ഞ ഉടനെ തന്നെ അവർക്ക് അതിയായ സന്തോഷമുണ്ടായി. അദ്ദേഹത്തെയും എടുത്ത് അവർ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവാൻ, റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോയി. യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് നടക്കുന്ന സംഭവങ്ങളാണിത്. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ധന്യമായിട്ടുള്ള സന്നിധിയിൽ വെച്ചുകൊണ്ട് ഉസൈരീം റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ആ ദിവസം അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു.
ഫജ്ർ നമസ്കാരത്തിന് ശേഷം പ്രഭാതത്തിലാണ് ഉഹദ് യുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധത്തിൽ ളുഹർ നമസ്കാരത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ യുദ്ധത്തിന്റെ ശേഷം യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ ഷഹീദായിട്ട് കിടക്കുന്ന ആളുകളെ റസൂലുള്ളാഹി സന്ദർശിച്ച സന്ദർഭത്തിൽ ഈ ഉസൈരിമിന്റെ ആ മയ്യത്ത് അവിടെ റസൂലുള്ളാഹി കാണാൻ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു അമില ഖലീല വ ഉജ്റ കസീറ. അദ്ദേഹം ഒരല്പം മാത്രമാണ് ചെയ്തത്, ഒരല്പം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, പക്ഷേ അദ്ദേഹം വലിയ പ്രതിഫലമാണ് അദ്ദേഹം നേടിയത്. അന്നഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണ്. റസൂലുള്ളാഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിൻകാലഘട്ടത്ത് കാലങ്ങൾക്ക് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൻ്റെ വിദ്യാർത്ഥികളോട് പലപ്പോഴും അദ്ദേഹം ക്വിസായിട്ട്, അതായത് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വിസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഒരൊറ്റ വക്ത് പോലും നമസ്കരിക്കാത്ത, ഒരൊറ്റ നോമ്പ് പോലും നമസ്കരിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച വ്യക്തി ആരാണെന്ന് പല സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൻ്റെ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം അൽ ഉസൈരിമാണ്. അൽ ഉസൈരിം അദ്ദേഹം ആ രൂപത്തിൽ അദ്ദേഹം ആയതല്ല, യഥാർത്ഥത്തിൽ ആ രൂപത്തിലാകുകയാണ്. ആ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഫജ്ർ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. ളുഹർ നമസ്കാരത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഷഹീദാവുകയും ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. മനോഹരമായിട്ടുള്ള ആ ഒരു ചരിത്രവും നമുക്കവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മക്കയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ യത്രിബിന്റെ മണ്ണിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെ ശക്തമായിട്ടൊരു വേരോട്ടം ഇസ്ലാമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം നേരത്തെ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അതല്ലാതെ തന്നെ നിരവധി പ്രമുഖരായിട്ടുള്ള പിൻകാലഘട്ടത്ത് പ്രമുഖരാകാൻ പോകുന്ന നിരവധി സ്വഹാബികൾ ആ ഒരു സന്ദർഭത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് അല്ല, സഅദ് ഇബ്നു ഉബാദ. മനസ്സിലാക്കുക, അദ്ദേഹം അതായത് സഅദ് ഇബ്നു മുആദ് ഔസ് ഗോത്രത്തിലാണെങ്കിൽ സഅദ് ഇബ്നു ഉബാദ അദ്ദേഹം ഖസ്റജ് ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം ചില്ലറക്കാരനല്ല, പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആ ബനൂ സായിദ പന്തലിൽ, ബനൂ സായിദ അദ്ദേഹത്തിന്റെ ഗോത്രം തന്നെയാണ്, അവരുടെ ആ പന്തലിൽ അടുത്ത ഖലീഫയാര് എന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടി മുഹാജിറുകളും അൻസാറുകളും കൂടിച്ചേർന്ന സന്ദർഭത്തിൽ അൻസാറുകളുടെ പക്ഷത്ത് നിന്നും അവര് ഖലീഫയാകാൻ വേണ്ടി സജസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ആണ്. അത്രയും പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. രണ്ട് കാൻഡിഡേറ്റ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മറുപക്ഷത്ത് സഅദ് ഇബ്നു ഉബാദയും. പിന്നീട് എന്താണ് മറ്റൊരു ചരിത്രം. ഏതായിരുന്നാലും അത്രയും പ്രമുഖനായിട്ടുള്ള സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവും ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും അദ്ദേഹവും യത്രിബിലെ പ്രസിദ്ധനായിട്ടുള്ള കവിയായിരുന്നു. നമുക്കറിയാം തബൂക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറിയ മനോഹരമായിട്ടുള്ള സംഭവം. ഇൻഷാ അല്ലാഹ് അതെല്ലാം പിന്നീട് നാം വിശദീകരിക്കും. പരിശുദ്ധ ഖുർആനിൽ പോലും സൂറത്ത് തൗബയുടെ 118 വചനത്തിൽ വഅലാ സലാസത്തിൽ ലദീന ഖുല്ലിഫു അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പരാമർശിക്കപ്പെട്ട വ്യക്തിയെല്ലാം ഈ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹവും ഈ ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു. ബറാ ഇബ്നു മഅറൂർ അദ്ദേഹം ഖസ്റജ് ഗോത്രത്തിൽ ബനൂ സലമ ഗോത്രത്തിന്റെ തലവനാണ്. അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിലൂടെ ആ ഗോത്രവും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കാം. ബറാ ഇബ്നു മഅറൂർ, പ്രത്യേകം ഓർത്തു വെക്കുക പേര്. നാലാമതായിട്ട് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം വൈകല്യമുള്ള അദ്ദേഹം വികലാംഗനായിരുന്നു. അദ്ദേഹം ഒറ്റക്കാലിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ പോരാടി ആ ധീര രക്തസാക്ഷിത്വം വഹിച്ച ആ ചരിത്രമെല്ലാം മുന്നോട്ടുള്ള ഉഹദിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രമുഖരായിട്ടുള്ള ഇതേ രൂപത്തിൽ നിരവധി പ്രമുഖരായിട്ടുള്ള സ്വഹാബികൾ ഈ ഒരു സന്ദർഭത്തിൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ യത്രിബിൽ കാണുന്നത്. ഇപ്പം നിരവധി ഇതേ രൂപത്തിൽ ഇസ്ലാം കുത്തനെ അതിന്റെ ഗ്രാഫ് ഉയർന്ന സന്ദർഭത്തിൽ ഏതോ ഒരു പോയിന്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വെള്ളിയാഴ്ച ജുമുഅ തുടങ്ങാനുള്ള ഒരു നിർദ്ദേശം റസൂലുള്ളാഹി അവർക്ക് കൈമാറി എന്നുള്ള. നമുക്കറിയാം വെള്ളിയാഴ്ച ജുമുഅ അത് പബ്ലിക്കായിട്ട് നിർവഹിക്കേണ്ട കർമ്മമാണ്. മക്കയിലെ സാഹചര്യം അതിന് അനുകൂലമല്ല. പക്ഷേ അതേ സന്ദർഭത്തിൽ മദീനയിൽ യത്രിബിൽ കാര്യമായിട്ടുള്ള പ്രതിയോഗികളുള്ള പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പബ്ലിക്കായിട്ട് ആ ജുമുഅ നമസ്കാരം ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ നമുക്കറിയാം സീറത്ത് ഇബ്നു ഹിശാമിൽ അതേപോലെ തന്നെ സുനൻ അബൂദാവൂദിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി പ്രകാരം ആദ്യത്തെ വെള്ളിയാഴ്ച നമസ്കാരം മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യത്രിബിൽ ആരംഭം കുറിക്കുകയാണ്. അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ ജുമുഅ യത്രിബിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ ആരംഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിൽ തന്റെ ദൗത്യം മനോഹരമായിട്ട് മിസ്അബ് അവിടെ നിറവേറ്റി. ആ മദീനയിൽ യത്രിബിൽ ഇസ്ലാമിന്റെ ഗ്രാഫ് കുത്തനെ ഉയർന്ന് 10-11 മാസം അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിൽ ചെലവഴിച്ച് അവസാനം ഹജ്ജിന് തൊട്ടു മുമ്പായിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചു പോവാൻ.
മക്കയിലേക്ക് തിരിച്ചുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യത്രിബിലുണ്ടായ ഇസ്ലാമിന്റെ വളർച്ച അനുഭവങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കൈമാറി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ ഒരു സ്വപ്നവും റസൂലുള്ളാഹി ദർശിക്കുന്നുണ്ട്. അതായത് താൻ ഉടനെ തന്നെ ഹിജ്റ പോകേണ്ട നാടിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലൂ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു. സ്വഹീഹുൽ ബുഖാരിയിൽ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന സുദീർഘമായിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇനി ഉരീതു ദാറ ഹിജ്റത്തിക്കും, ഹിജ്റ ചെയ്യേണ്ട ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണിക്കപ്പെട്ടു. അത് ഈന്തപ്പനകൾ തിങ്ങി നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. അത് ബൈന ലാബത്തൈൻ, രണ്ട് പാറകൾക്കിടയിലുള്ള ഭൂമിയാണ്. അതായത് കരിങ്കല്ലുകൾ ക്രമം തെറ്റിക്കിടക്കുന്ന രണ്ട് പാറകൾക്കിടയിലുള്ള ഭൂമി. ഞാൻ കഴിഞ്ഞ ഭാഗത്തിന്റെ ആരംഭത്തിൽ ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു മദീനയുടെ ആ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു പ്രത്യേകത. ഈ രൂപത്തിലുള്ള ഒരു ക്ലൂ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിലൂടെ നൽകപ്പെട്ടു എന്നുള്ള. മിസ്അബ് റളിയല്ലാഹു അൻഹു യത്രിബിൽ നിന്നും മടങ്ങിയതിന് ശേഷം ആ വർഷത്തെ ഹജ്ജിന്, അതായത് നുബുവത്തിന്റെ 13-ാം വർഷം, അതായത് ഹിജ്റക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പേ യത്രിബിൽ നിന്നുള്ള ഹജ്ജിനുള്ള സംഘം യത്രിബിൽ നിന്ന് പുറപ്പെട്ടു. വലിയൊരു സംഘമാണ് യത്രിബിൽ നിന്ന് പുറപ്പെടുന്നത്. അതായത് സംഘത്തിൽ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു സംഘം യത്രിബിൽ നിന്നും പുറപ്പെട്ടു. ആ സംഘത്തിൽ 75 ആളുകൾ, 73 റജുലൻ, 75 മുസ്ലിങ്ങൾ ആ ഒരു സംഘത്തിലുണ്ടായിരുന്നു. 75-ൽ 2 ആളുകൾ സ്ത്രീകളാണ്. പ്രത്യേകം ഓർത്തു വെക്കുക. 2 സ്ത്രീകളടക്കം 75 ആളുകളുള്ള ഒരു മുസ്ലിങ്ങളും ആ യത്രിബിൽ നിന്നുള്ള ആ വർഷത്തെ ഹജ്ജിനുള്ള സംഘത്തിലുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം, മൊത്തത്തിലുള്ള യത്രിബിലുള്ള മൊത്തം മുസ്ലിങ്ങളുടെ നമ്പറല്ല ഇത്. നമുക്കറിയാം ഹജ്ജിന് ഏതായാലും മുഴുവൻ ആളുകൾ ഹജ്ജ് ചെയ്യാൻ പോകാറില്ല. നിരവധി ആളുകൾ അവിടെ തങ്ങും. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള നമ്പറല്ല. യത്രിബിൽ നിന്നും പ്രധാനപ്പെട്ട 75 ആളുകൾ ആ ഒരു വർഷത്തെ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുക. അതിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. ഈ സംഘത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി പ്രസിദ്ധരായിട്ടുള്ള സ്വഹാബികളെല്ലാം ഈ ഒരു സംഘത്തിലുണ്ട്. ആ ഒരു വലിയ സംഘം യത്രിബിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി ആ വർഷം പുറപ്പെടുകയാണ്. അവർ വലിയൊരു ചരിത്രത്തിലേക്കാണ് അവർ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രാ വേളയിലും പിന്നീട് അതിനുശേഷം മക്കയിലെത്തിയതിനു ശേഷം നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. ആ സംഭവങ്ങളെല്ലാം ഉദ്ധരിക്കുന്നത് അതിന് ദൃക്സാക്ഷിയായിട്ടുള്ള 2 സ്വഹാബികളാണ്. ഒന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു. ഈ 2 ഉദ്ധരണികൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് തുടർന്ന് മുന്നോട്ട് വിശദീകരിക്കുന്നത്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കപ്പെട്ട ഹസനായിട്ടുള്ള ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, ആ യാത്രാ വേളയിലുടനീളം ഞങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. അതായത് ഞങ്ങൾ ചോദിച്ചു, ഹത്താ മതാ നത്റുക്കു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുത്റദു ഫീ ജിബാലി മക്കത വയുഖാഫ്. അവർ ചോദിച്ചുകൊണ്ടിരിക്കുക, എത്ര നാളെന്ന് വെച്ചിട്ടാണ് റസൂലുള്ളാഹ് ഈ മക്കയുടെ മലമടക്കുകളിൽ ആട്ടി ഓടിക്കപ്പെടുന്നവരും ഭയപ്പെടുന്നവനായിട്ട് റസൂലുള്ളാഹ് എങ്ങനെ ജീവിച്ചുകൊള്ളുക? നമ്മൾ ഈ രൂപത്തിൽ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ വിട്ടുകൊടുക്കുക? എത്ര കാലമായിട്ട് അവർ റസൂലുള്ളാഹിനെ മക്കത്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹ് ഓരോ ഗോത്രത്തിൽ പോയിട്ട് സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ രൂപത്തിൽ റസൂലുള്ളാഹ് പ്രയാസപ്പെടാൻ പാടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് യത്രിബിലേക്ക് ക്ഷണിക്കാം. ആ രൂപത്തിലുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹിനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ആ യാത്രയിലുണ്ടായ മറ്റൊരു വിചിത്രമായിട്ടുള്ള സംഭവം സീറത്ത് ഇബ്നു ഹിശാമിൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള ഉദ്ധരണിയിൽ അദ്ദേഹം പറയാണ്, ആ യാത്രയിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖസ്റജ് ഗോത്രമാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു. ഖസ്റജ് ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്. അപ്പോൾ യത്രിബിൽ നിന്നും അവർ മക്കയിലേക്കുള്ള യാത്ര ദിവസങ്ങളെടുക്കുന്ന യാത്രയാണ്. അപ്പോൾ അവർ അവിശ്വാസികളായിട്ടുള്ള നിരവധി തീർത്ഥാടകരും അവരോടൊപ്പം ഉണ്ട്. അദ്ദേഹം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് നമസ്കരിക്കാനുള്ള സന്ദർഭമാകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെ നിൽക്കും, ഞങ്ങൾ നമസ്കരിക്കും. ആ രൂപത്തിലാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. ആ യാത്രാ വേളയിൽ ഈ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ കൂട്ടത്തിലുള്ള മറ്റുള്ള ആളുകളോട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അഭിപ്രായം നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോൾ ഒരല്പം മുമ്പ് നമ്മൾ തിരിഞ്ഞ് നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസ്, ശ്യാമിന് നേരെ തിരിഞ്ഞിട്ടാണ് നമ്മൾ നമസ്കരിച്ചത്. നമുക്കറിയാം മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബ്ല എന്നുള്ളത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നമസ്കരിച്ചത്. അതെങ്ങനെയാണ് ശരിയാവുക? കാരണം യത്രിബിൽ നിന്നും മക്കയിലേക്കുള്ള യാത്രയിൽ അവർ ബൈത്തുൽ മുഖദ്ദസിന് നേരെ തിരിയുന്ന സന്ദർഭത്തിൽ പിറകു ഭാഗത്താണ് മക്ക വരിക.
അതേ സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും കാലം ബൈത്തുൽ മുഖദ്ദസിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം മക്കയിൽ ഏത് ഭാഗത്തു നിന്ന് നമസ്കരിക്കാം. അപ്പോൾ റസൂലുള്ളാഹി മക്കയെയും അതേപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസും ഒരേ ഡയറക്ഷനിൽ വരുന്ന രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി നിന്നിരുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ യത്രിബിൽ നിന്ന് വരുന്ന വഴിയിൽ ബൈത്തുൽ മുഖദ്ദസിന് നേരെ ഒരാൾ തിരിയുന്ന സന്ദർഭത്തിൽ മക്ക അയാളുടെ പിറകു ഭാഗത്താണ് വന്നു ചേരുക. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു വല്ലാത്ത ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം തോന്നി. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുക? മക്കയെ പിറകിലാക്കിക്കൊണ്ട് നമ്മളെങ്ങനെയാണ് നമസ്കരിക്കുക? യഥാർത്ഥത്തിൽ നമ്മൾ മക്കൾക്ക് നേരെ അല്ലേ തിരിഞ്ഞു നിൽക്കേണ്ടത്? അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം, അങ്ങോട്ടല്ലേ നമ്മളിപ്പോൾ പോകുന്നത്, അവിടെയല്ലേ പ്രവാചകനുള്ളത്, അതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനൊക്കെ അല്ലേ മക്ക? എങ്ങനെയാണ് നമ്മൾ മക്കയെ പിറകിലാക്കി നമസ്കരിക്കുക? അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ കഅബക്ക് നേരെ തിരിഞ്ഞാണ് ഇനി നമസ്കരിക്കാന്ന് അദ്ദേഹം അഭിപ്രായം പറയാണ്. ആ സന്ദർഭത്തിൽ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അങ്ങനെയാണ് നമ്മളത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആ രൂപത്തിലുള്ള നിർദ്ദേശം നമുക്ക് നൽകിയിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്കതിൽ വല്ലാത്ത പ്രയാസം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ മക്കൾക്ക് നേരെ തിരിഞ്ഞാൽ നമസ്കരിക്കുമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. പിന്നീട് കഅബുൽ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരണിയിൽ പറയാണ്, പിന്നീട് ആ യാത്രയിലുടനീളം ഞങ്ങൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെല്ലാം ആ ബൈത്തുൽ മുഖദ്ദസിന് നേരെ തിരിഞ്ഞ് അദ്ദേഹം മക്കൾക്ക് നേരെയും തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം നമസ്കരിച്ചു എന്നുള്ള ആ രൂപത്തിലെ യാത്ര തുടർന്ന് അവസാനം അവർ മക്കയിലെത്തിയ സന്ദർഭത്തിൽ കഅബുൽ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, യാ അഖി, നമ്മൾ യാത്രയിലുടനീളം ഞാൻ ആ രൂപത്തിൽ ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും എന്നെ എതിർക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം ഞാൻ ചെവിക്കൊള്ളാതെ ഞാൻ ആ രൂപത്തിൽ ചെയ്തു. ഇപ്പം എനിക്ക് വല്ലാത്ത മനപ്രയാസം, ഞാൻ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിനെ നേരിട്ട് പോയിട്ട് ഞാൻ ആ ചെയ്തതിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. ആ സന്ദർഭത്തിൽ കഅബുൽ മാലിക് റളിയല്ലാഹു അൻഹു, അതെ നമുക്ക് പോകാം. അങ്ങനെ അവർ ഇരുവരും റസൂലുള്ളാഹിനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ചിന്തിച്ചു നോക്കുക, അതായത് ഈ ഒരു പോയിന്റ് വരെ അവരാരും റസൂലുള്ളാഹിനെ ഇതുവരെ കണ്ടിട്ടില്ല. മിസ്അബ് റളിയല്ലാഹു അൻഹുവിലൂടെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വല്ലാത്ത ആകാംക്ഷയാണ് റസൂലുള്ളാഹിനെ ആദ്യമായിട്ട് കാണാനുള്ള ആ പോക്ക്. സുബ്ഹാനല്ലാഹ്. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപോലെ അവർ വന്ന വിവരം അതേപോലെ തന്നെ ഈ കാര്യമെല്ലാം ചോദിച്ചറിയാൻ വേണ്ടി അവർ റസൂലുള്ളാഹിനെ തേടി ഇറങ്ങാൻ. അപ്പോൾ അവർ നടക്കുന്ന വഴിയിൽ അവരൊരാളെ കണ്ടുമുട്ടി, മക്കക്കാരനായിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടി. അവർ ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ അബ്ബാസിനെ നിങ്ങൾക്കറിയോ? അപ്പോൾ അവർ പറഞ്ഞു, അബ്ബാസിനെ ഞങ്ങൾക്കറിയാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രത്യേകം മനസ്സിലാക്കുക, അദ്ദേഹം ഈ ഒരു പോയിന്റിലും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. അദ്ദേഹം ഈ ഒരു പോയിന്റിലും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, അബ്ബാസിനെ ഞങ്ങൾക്കറിയാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം യത്രിബിലേക്ക് പല സന്ദർഭത്തിലും കച്ചവടത്തിന് വേണ്ടിയെല്ലാം വരാറുണ്ട്. ആ ഒരു പരിചയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അബ്ബാസിനെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ നടന്നാൽ അവിടെ കഅബാലയത്തിന് സമീപത്തുള്ള, അതായത് മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ അബ്ബാസിന്റെ സമീപത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണും. അതാണ് നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവർ ആകാംക്ഷയോടുകൂടെ അവർ നടക്കുകയാണ്. റസൂലുള്ളാഹിനെ ആദ്യമായിട്ട് ഒരു നോക്ക് കാണാനുള്ള, റസൂലുള്ളാഹിന്റെ ആ തിരുമുഖം ദർശിക്കാനുള്ള സന്തോഷത്തോടു കൂടെ അവർ ആ കഅബാലയം ലക്ഷ്യമാക്കി നടക്കുകയാണ്. അപ്പോൾ അവരവിടെ എത്തിയ സന്ദർഭത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കണ്ടു. ഉടനെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിറഞ്ഞ ആകാംക്ഷയോടുകൂടെ അവർ സലാം ചൊല്ലി റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് അവരിരുന്നു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ പോയിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടെ നോക്കുകയാണ്. കാരണം റസൂലുള്ളാഹിക്ക് ഈ രണ്ടാളുകളെ പരിചയമില്ല. അപ്പോൾ റസൂലുള്ളാഹി ഉടനെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹൽ തഅരിഫു ഹാദൈനി റജുലൈനി യാ അബുൽ ഫളൽ, ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ സന്ദർഭത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, എനിക്കറിയാം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അവരെ പരിചയമുണ്ട്. കാരണം അവരുമായിട്ട് കച്ചവട ബന്ധത്തിലോ മറ്റോ മുന്നേ ഉള്ള ഈ രൂപത്തിലൊരു കച്ചവടത്തിലൂടെ പരിചയപ്പെട്ട് കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, എനിക്കറിയാം. എന്നാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഹാദാ ബറാ ഇബ്നു മഅറൂർ സയ്യിദ് ഖൗമിഹി. സുബ്ഹാനല്ലാഹ്. ഇത് അവരുടെ, അതായത് ഖസ്റജ് ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗോത്രത്തലവനായിട്ടുള്ള ബറാ ഇബ്നു മഅറൂറാണ്. അതിനുശേഷം മറ്റാളിലേക്ക് ചൂണ്ടിയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹാദാ കഅബ് ഇബ്നു മാലിക്, ഇത് കഅബ് ഇബ്നു മാലിക്കാണ്. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ റസൂലുള്ള പറഞ്ഞ വാക്ക്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് സംഭവം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഫവല്ലാഹി മാ അൻസാ ഖൗല റസൂലുള്ള. ആ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞ ആ വാക്ക് ഞാൻ ഒരിക്കലും മറക്കൂല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അത് കേട്ട ഉടനെ റസൂലുള്ള ചോദിച്ചു, അശാഇർ, കവിയായിട്ടുള്ള കഅബ് ഇബ്നു മാലിക്കോ? സുബ്ഹാനല്ലാഹ്. അതാണ് റസൂലുള്ള ചോദിച്ചത്.
ചിന്തിച്ചു നോക്കുക. അതായത് ഇവിടെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ആ സ്വഭാവത്തിന്റെ സൂക്ഷ്മ തലം പോലും വളരെ കൃത്യമായിട്ട് എത്രത്തോളം മഹനീയായിരുന്നു. കാരണം ചിന്തിച്ചു നോക്കുക, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന രണ്ടാളിൽ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അദ്ദേഹം ഗോത്രത്തിന്റെ തലവനാണെന്നെല്ലാം പുകഴ്ത്തിയ സന്ദർഭത്തിൽ മറ്റേ ആളെ സംബന്ധിച്ച് വഹാദ കഅബ് ബിൻ മാലിക്, അത് കഅബ് ബിൻ മാലിക് എന്ന് മാത്രം പറയാണ്. അദ്ദേഹത്തിന് ഒരു പുകഴ്ത്തലും നൽകിയില്ല. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ചോദിച്ചത് രണ്ടാമത് യാതൊരു പുകഴ്ത്തലും ഇല്ലാതെ പറയപ്പെട്ട ആ വ്യക്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പുകഴ്ത്താണ്. ഷാഇർ, കവിയായിട്ടുള്ള കഅബ് ബിൻ മാലിക്കോ, സുബ്ഹാനല്ലാഹ്. ആ ഒരു പ്രസ്താവന അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം വല്ലാത്ത സന്തോഷം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മുന്നേ തന്നെ അറിയുമല്ലോ എന്നുള്ള അദ്ദേഹത്തിന്റെ വല്ലാത്ത സന്തോഷമാണ് അദ്ദേഹം ആ ഉദ്ധരണിയിലൂടെ പ്രകടിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ അവർ കാര്യങ്ങളെല്ലാം അതിനുശേഷം ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ യാത്രയിലുണ്ടായ അനുഭവം, അതായത് അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞ ഞങ്ങൾ വരുന്ന ആ യാത്രയിലുടനീളം ഞാൻ കഅബക്ക് അഭിമുഖമായിട്ടാണ് നമസ്കരിച്ചത്. ആ സന്ദർഭത്തിലുടനീളം എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല, അവരെന്നെ വിമർശിച്ചിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയമാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി പ്രതികരിച്ചത്, നിങ്ങൾ ഒരല്പം കൂടെ നിങ്ങൾ കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞത് യഥാർത്ഥ കഅബക്ക് നേരെ തന്നെയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതാണ് റസൂലുള്ളാഹിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന. ഒരല്പം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ തിരിഞ്ഞത് യഥാർത്ഥ കഅബക്ക് നേരെ തന്നെയായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആ കഅബ അത് മക്കയാകണം കഅബ എന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചിരുന്നു. ഖിബ്ലത്തൻ തർലാഹ, ഇൻഷാ അല്ലാഹ് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. മദീനയുടെ ചരിത്രം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം കഅബ മാറ്റുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രതീക്ഷിച്ചിരുന്നു. അത് എപ്പോഴാണ് സംഭവിക്കാമെന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ലായിരുന്നു. ബദറിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ മുസ്ലിങ്ങൾക്ക് ഖിബ്ലയായിട്ട് നിർദ്ദേശിക്കുന്നതല്ല മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ള. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പ്രതികരിച്ചു. ഉടനെ തന്നെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവർ വന്ന വിവരം, അതായത് 75 അംഗ സംഘം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം എല്ലാം റസൂലുള്ളാഹിക്ക് കൈമാറി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഹജ്ജിന്റെ അവസാനത്തെ ദിവസം, അതായത് ദുൽഹജ്ജ് 13 അയ്യാമു തശ്രീഖിന്റെ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം, വളരെ രഹസ്യമായിട്ടൊരു മീറ്റിംഗ് അവിടെ പ്ലാൻ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് അഖബയുടെ മീനക്ക് പിറകെ അഖബ താഴ്വരയിൽ അന്നത്തെ ദിവസം രാത്രിയുടെ അന്ത്യം, അതായത് രാത്രി ഏറെ കഴിഞ്ഞ് ആ ദിവസം ഞാൻ അങ്ങോട്ട് വരും, നിങ്ങൾ അവിടെ കാത്തു നിൽക്കണം. ആ രൂപത്തിൽ വളരെ രഹസ്യമായിട്ട്, കാരണം മക്കയിലുള്ള ആളുകൾ അറിയാതിരിക്കണം, ആരും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത്തരത്തിലുള്ള ഒരു രഹസ്യ മീറ്റിംഗ് അവിടെ പ്ലാൻ ചെയ്യാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അന്നത്തെ ദിവസം ഞാൻ നിങ്ങളിലേക്ക് വരും. ആ ഒരു വാർത്തയുമായിട്ട് അവർ തിരിച്ചു പോവാണ്. പിന്നീട് അന്നത്തെ ദിവസം ഹജ്ജിന്റെ ദിവസം ആ ഒരു കൂടിക്കാഴ്ച, മനോഹരമായിട്ടുള്ള ആ കൂടിക്കാഴ്ച രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവിടെ വെച്ചുകൊണ്ട് അരങ്ങേറാണ്. ആ കൂടിക്കാഴ്ചയിൽ മനോഹരമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അരങ്ങേറുന്നുണ്ട്. അതാണ് രണ്ടാം അഖബ ഉടമ്പടി എന്നുള്ള പേരിൽ പ്രസിദ്ധമാകുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഒരു ചരിത്രം പിന്നീട് അത് ഹിജറയിലേക്കാണ് പിന്നീട് നമ്മൾ നീങ്ങുന്നത്. ആ മനോഹരമായിട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വിശദമായിട്ട് സൂചിപ്പിക്കാവുന്നതാണ്. അത് ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല, കാരണം നിരവധി പേരുകളായ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് അത് കുറിച്ചു വെച്ച് നിങ്ങൾ അത് ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ആ പേരുകളെല്ലാം ഞാൻ ആവർത്തിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം ആത്മാർത്ഥമായിട്ട് ആഴത്തിൽ അത് പഠിക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തി നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.